ഞാനിപ്പോ ഒരു വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ AI ജനറേറ്റഡ് ആണെന്നാണ്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിംഗാ. എന്റെ മോനാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. ഈ വോയിസ് ഇടാനുള്ള ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരെ നടന്ന ഒരു അലിഗേഷനുള്ള മറുപടി കൂടെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം അവർ പറയുന്നുണ്ട് കിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്നുള്ളത്. അപ്പം അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നത്. അതിന്റെ ഒപ്പം നിങ്ങൾക്ക് കേൾക്കാം കുറെ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ മുൻപേനെ കേട്ടതാണ്, കുറേ ദിവസങ്ങളായി ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നതുമായിരുന്നു. ഒത്തിരി വീഡിയോസ്, ഒത്തിരി ഓഡിയോസ് എന്റെ കയ്യിൽ ഉണ്ടെന്നാലും. പിന്നെ ഇവരുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഭയങ്കര മാടപ്പിത്തരവും ആർഭാടവും ദൂർത്തും ഒക്കെ വിളിച്ചു പറയും. ഇത് ഇത് കേട്ടുകൊണ്ട് ആളുകൾ പോയി ചാടി കൊടുക്കും. ചാടി കൊടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കാലി പിടിക്കേണ്ട ഗതികേട് വരും. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ? ഇടിയടാ ഇടിയടാ, വയറുമണിയാണ് നിന്റെ അച്ഛനെയും പറിച്ചെടുക്കും. പിന്നെ അനിയത്തിയും ചേട്ടത്തിക്കൂടെ ഒരു കളരി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയാൽ ആ പണം ചോദിക്കാനായിട്ട് ആണുങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ പിടിച്ച് നേരെ പീഡന കേസിലെ പ്രതികളാക്കുക ആണ് അവരുടെ ഒരു രീതി. അങ്ങനെ ഒരു വിക്ടിമായ ഒരാളാണ് ഇപ്പൊ എന്നോട് ഈ വിവരം പറഞ്ഞിട്ടുള്ളത്. അത് കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. അച്ഛന്റെ കടം വീട്ടേണ്ടത് മകന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇപ്പോ പ്രസന്റിലി ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അവർ കൊടുക്കത്തില്ല. അവർ നിരന്തരം ഇതിങ്ങനെ ഇട്ടിങ്ങനെ ചാട്ടി നടത്തുകയാണ്. എനിക്ക് വായിച്ച് നോക്ക്, അപ്പ അറിയാം ഞങ്ങളുടെ സ്ഥിതി. ഞങ്ങൾ ബംഗാൾക്കോട സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുള്ള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണ ഞങ്ങൾ കൃഷി വീട് കാലി ഒലിവായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവര് മതം മാറിയിട്ടുണ്ടെന്നുള്ള ഒരു വലിയ കള്ളമുണ്ട്. അത് അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ എക്സ് ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസിങ് അതിനകത്തുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടി ഞാൻ ഷോർട്ട് ചെയ്ത് കാര്യം പറയുന്നതാണ്. ബാക്കി നിങ്ങൾ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് കിച്ചു ഒക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിനകത്തൊന്നുമില്ല. കുത്തിത്തിരിപ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇത്തിരി കുത്തിത്തിരിപ്പാണെന്ന് വിചാരിച്ചോളൂ. ഒരു മനുഷ്യൻ ഒരു മതവിശ്വാസത്തിൽ ജീവിക്കുന്നു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മതവിശ്വാസത്തിൽ അടക്കം ചെയ്യപ്പെടണം. അത് ചെയ്യാതെ അയാളെ കൊണ്ടുവന്നൊരു പെട്ടിക്കകത്താക്കി അവിടെ വെച്ചിരിക്കുന്നതിന്റെ റീസൺ ഓൺലി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻ കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക, ഞങ്ങൾ വീട്ടിലാറ്റിൽ അങ്ങ് പോയോ? ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണ്. അപ്പോ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആ പുള്ളിയെ പെട്ടിക്കകത്താക്കി അവിടെ വെച്ചിരിക്കുന്നവൾ അയാളുടെ കടബാധ്യതകൾ തീർക്കാൻ കൂടെ ഉത്തരവാദിത്തമുള്ളവരാണ്. മറ്റുള്ളവർ വളരെ കഷ്ടപ്പെട്ട്, അതായത് തൊഴിലുറപ്പിനൊക്കെ പോയ പെണ്ണുങ്ങളാണ് ഈ പൈസ കൊടുത്ത് അബദ്ധപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഏകദേശം കാര്യം പിടികിട്ടിയില്ലേ? ഈ ഒരു വിഷയത്തില് ഇത് കുറെ ദിവസമായി കേൾക്കുന്ന ഞാലിയാൻകുഴിയിൽ നിന്ന് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രേഖാമൂലം അവർ പോലീസിൽ പരാതിപ്പെടാത്തത് കൊണ്ടാണ് പലതും ഞാൻ എടുത്ത് പബ്ലിഷ് ചെയ്യാത്തത്. എനിക്ക് വേണമെങ്കിൽ ഒരുപാടുണ്ട്. മീൻ കടക്കാരൻ തൊട്ട്, ഇറച്ചി വെട്ടുകാരൻ തൊട്ട്, പിന്നെ പലചരക്ക് കട തൊട്ട്, ഗ്രോസറി തൊട്ട്, ഇങ്ങേറ്റം സർവത്ര കടകളിലും നടന്ന് കടം വാങ്ങിയ ചരിത്രമാണുള്ളത്. ഇനി എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ഇതിനെ കൊറോണയെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മൾ കൊറോണയൊക്കെ നമ്മളും ഒക്കെ ഫേസ് ചെയ്തതാണ്. ഒരു കുടുംബത്തിലെ മൊത്തം ആളുകളുടെ ഭാരം അയാളുടെ ചുമലിലായിരുന്നെന്ന് മകൻ പറഞ്ഞ് കരഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് ഞാൻ ഈ പുറത്തു വിടുന്നത്. അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചെലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ഒരു സാരാംശം മനസ്സിലാകും. ഇവര് നാട്ടുകാരെ മുഴുക്ക പറ്റിക്കുന്നതിന്റെ മറ്റൊരു വേർഷനാണ് നിങ്ങൾ കണ്ടത്. അച്ഛൻ ഇവർ ഭയങ്കര പ്രേയറും കാര്യങ്ങളും ആണെന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ആ പ്രോപ്പർട്ടി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അച്ഛനെ 8 നിലയെ പറ്റിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇവർ ഈ പറയുന്നത്. ഒരു മതം മാറിയിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഇൻ ദാറ്റ് കണ്ടീഷൻ. ദൈവവേദയാണ്, പാപ്പി എന്ന് പറയും. എറണാകുളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ ജീവിതയാത്രയിലെ മാർഗദർശിയായ ദൈവം അവന്റെ കൃപയും കാരുണ്യം കൊണ്ട് തീർത്ത ഒരു വാത്സല്യ ഗ്രഹത്തിലേക്ക് നമ്മെ വഴി നടത്തിയിരിക്കുന്നു.
അപ്പം ഇത്തരം ഈ ഒരു കാര്യം എനിക്ക് അപ്പോഴും പുറത്ത് വിടാമായിരുന്നു. പക്ഷെ ഞാനത് മൗനം പാലിച്ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വന്ന് പറയട്ടെ, അതിനുശേഷം പറയാമെന്നുള്ളതാണ്. കാലം തെളിയിച്ചു, വളരെ വൈകാതെ തന്നെ കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അനാവശ്യമായ നരേഷൻസ് കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇതിനെ തുടർന്നുണ്ടാവും. ഇതെല്ലാം AI ജനറേറ്ററാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ്. താങ്ക് യു. തുടരും. അവരുടെ കൂടെ ഇഷ്ടംപോലെ ആണുങ്ങളും ഉണ്ട്. പിന്നെ വലിയ പ്രശ്നം താമസിച്ചിരുന്നോ? പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത്, അതായത് ഒരു വീടിനപ്പുറേ അപ്പുറേ ഇവിടെ ഞാൻ കന്യാലിയാവഴി വന്ന് വാടകയ്ക്ക് താമസിച്ചത് ഒരു 4 വർഷം. 4 വർഷം ആലിയാമ്പുഴയില്. അതെ. അന്നേരമാണ് നമ്മളെ പറ്റിച്ചു പോയത്. പൈസ പറ്റിച്ചോ? പിന്നെ ഇല്ല, അതല്ലേ പ്രശ്നം. ഇവള് എന്റെ പിന്നെ അവനുണ്ടായിരുന്നപ്പോ മേടിച്ച പൈസയാ. അവൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നപ്പോ ഇവളും അവനും കൂടെ വന്ന് മേടിച്ച പൈസയാ. പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. വൈഫിന് ഒരു മെന്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പം അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂല. അതിൻ്റെ ടാബ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ അത് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ചോദിച്ചപ്പം, ഞാനും എന്റെ പിള്ളേരും കൂടെ ചെന്ന് ചോദിച്ചപ്പോ എന്റെ മകൻ അവളെ കയറി പിടിച്ചെന്നും പറഞ്ഞ് അവൾ കൊണ്ട് കേസ് കൊടുത്തു. കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണുന്നെങ്കി വാ. 5ഓ 10ഓ എനിക്ക് കൂടുതൽ കിട്ടാൻ പോണുണ്ടല്ല. അച്ചായനും ഞാനും തമ്മിലൊരു ബന്ധം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പതേ കണ്ണടക്കുന്നു. അത് മുറ്റത്ത് നിന്ന് അത് അവര് കോളനിയാണ് താമസിക്കുന്നത്. ഒരു അടുപ്പ് പോലെ വീടുവാ. ഇവിടെ വീട്ടിൽ അവിടെ അപ്പനുണ്ട്, സുധിയുണ്ട്, ഇവിടെ മൂത്ത ഇവിടെ ചേട്ടനുണ്ട്, അതിലൊക്കെ പിള്ളേർ മുഴുവനുണ്ട്. ഉള്ള കാര്യം. എന്നിട്ട് ഞാനും എന്റെ മക്കളും കൂടെ, എന്റെ മകൻ തന്നെ ചെറുത്, എന്നെ 23 വയസ്സുള്ളൂ. അവൻ കയറി പിടിച്ചെന്നും പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത്. ഇവൻ പോലീസ് സ്റ്റേഷനെ അവര് കുറിപ്പിച്ച് എന്നാ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ കൊടുത്തിട്ട്. എത്ര രൂപ കൊടുത്തു? എനിക്ക് 8 ലക്ഷം രൂപ തരാനുണ്ട്. 8 ലക്ഷം? 1 ലക്ഷം. 1 ലക്ഷം. 1 ലക്ഷം. എന്ത് ഇവന് അന്ന് പണിയും പോയിരുന്നില്ല. ഇവന് 10-15 എണ്ണത്തിന് ചെലവിന് കൊടുക്കണേ. ഇവർക്ക് എല്ലാവർക്കും ചെലവിന് കൊടുക്കണം. മക്കളോ നിക്കടാ, ഒന്ന് എണ്ണ എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. ഇവള് വലിയ കൊമ്പത്തെ ആണെന്ന് പറഞ്ഞിട്ട് ഇവക്ക് ആ പൈസ ഇവക്ക് കടം വീട്ടാൻ വരെ മേടിച്ച് തിന്ന പൈസയല്ലേ. അതുപോലെ തന്നെ പൊങ്ങനാരത്ത് ഇവിടുന്ന് പോയിട്ട് പൊങ്ങനാരത്ത് ഒരു കോളനിയില്ല, അവിടെ അടുത്ത് ഒരു പെണ്ണിനോട് ചെന്ന് ഒരു മാല വാങ്ങിച്ചിട്ട് ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അവിടെ ആ പെണ്ണ് തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കിയ ഒരു മാലയായിരുന്നു. 1 പവന്റെ മാല മറ്റു പണയം വെക്കാൻ മേടിച്ച ഇതുവരെ കൊടുത്തിട്ടില്ല. ഒന്നാലോചിച്ചില്ല. അതുപോലെ തന്നെ മൂത്തവളെ കെട്ടിക്കാനായിട്ട് അവരുടെ അടുത്ത് ഒരു പെണ്ണിനെ ഒരു വീട്ടുകാരെ ജാമ്യം നിർത്തി ബാങ്കിൽ നിന്ന് പൈസ എടുത്തു ഈ രമ്യയായി കെട്ടിക്കാൻ. ആ പൈസ കൂടി ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ ഇന്നലെ വരെ കൊടുത്തിട്ടില്ല. ഈ പണിയൊന്നും ഇല്ലാത്തവർ വിശ്വസിച്ച് ഇവരെന്താ പൈസ കൊടുക്കുന്ന ആൾക്കാര്? ഇവരുടെ പറച്ചിൽ അങ്ങനെയാന്ന്. ആലാവലില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ അമ്മ അമ്മ അമ്മോ അമ്മച്ചേ, കൈകാലാവലില്ലാത്തവനാണ് ദൈവമേ ഈ പാവം. അല്ല, ഈ രമ്യയെ കെട്ടിക്കുന്ന രമ്യയുടെ മകൾക്ക് ഇപ്പൊ 11-12 വയസ്സായി. ഇത്രയും നാളായിട്ട് ഇവർക്ക് പൈസ അത് കൊടുക്കാൻ വരെ. അല്ല, ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ലക്ഷങ്ങൾ അക്കൗണ്ടിലുണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ ഇതൊക്കെ കടം കിട്ടാൻ മതി. ഇതൊക്കെ പണം എനിക്കൊരു പ്രശ്നമല്ല. ഇവർക്ക് അവിടെ പോയി ചോദിക്കാത്ത എന്താ അവർ താമസിക്കുന്നിടത്ത്? അവരെല്ലാം നിരന്തരം ചോദിക്കുന്നുണ്ട്. അവര് പിന്നെ ഇപ്പൊ ഇല്ല പിന്നെ തരാന്ന് പറയുന്നത്. 5ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുവട്ടെ. ഞാൻ ചത്തുവട്ടെ എന്നല്ലേ എനിക്കിപ്പോ വിശ്വാസം. നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5ന്റെ പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, ഇയാള് പണ്ടും ജോലിക്കൊന്നും പോകത്തില്ലേ ഈ രമ്യയുടെ ഹസ്ബൻഡ്? ഒരു പണിക്ക് പോകില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അവൻ എഞ്ചിനീയർ, അവനെ എടുത്ത എഞ്ചിനീയർ, അവൻ പെയിന്ററാ. ശരിയാ, പലപ്പോഴും പെയിന്റിങ്ങിന് പോകും. ഭയ്യ പണിയെടുക്കും, പക്ഷെ ഞാൻ പണിയെടുക്കാൻ ഭയ്യ സമ്മതിക്കില്ല. അതാണ് സ്നേഹം. സത്യത്തിൽ എന്റെ ജോലി കൂടി ഭയ്യ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ,
എല്ലാവരും ഓരോ ചാക്ക് വീതം ചുമക്കുമ്പോൾ എന്റെ ഭയ്യ 2 ചാക്ക് വീതമാണ് ചുമക്കുന്നത്. അതിൽ ഒരു ചാക്ക് എന്റേതാണ്. ഞാൻ അദൃശ്യനായി നിന്നുകൊണ്ട് ജോലി എടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ വിവാഹം നിങ്ങൾ കണ്ടായിരുന്നോ? ഇവൾ ആദ്യം കല്യാണം കഴിച്ചു. പിന്നെ ആ ചെറുക്കൻ നമ്മുടെ അടുത്തുള്ള അയാളിപ്പോ എന്ന് ഞാൻ കാണും ഇവിടെ നമ്മുടെ സൊസൈറ്റി പാലും കൊണ്ട് വരുന്നേ. പുള്ളി വിവാഹം കഴിച്ചു വേറെ? അവൻ 2ാമത് എത്തി. സുഖമായിട്ട് അവന്റെ അമ്മേനെ ഇവിടെ തല്ലിയിട്ടൊക്കെ പോന്നാണ്. അത് ശരി, അടിയൊക്കെ പറ്റിച്ച്? അടിയൊക്കെ കഴിഞ്ഞേച്ച് പോന്ന. അതെന്താ പ്രശ്നം? എന്തോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവക്ക് ഒരു കടുങ്കാപ്പി പോലും അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഇവള് അടുക്കള കയറി ഒരു പണിയും ചെയ്യാത്ത ഒരാളാ. ഇവളും ചെയ്യത്തില്ല, തിന്മയും ചെയ്യത്തില്ല. അപ്പം അവിടെ ചെന്ന് ഇവള് ഒരു മാസമായിട്ട് ഇവളൊന്നും അനങ്ങത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേക്കിന് അവിടെ പ്രശ്നമായി. പിന്നെ അവിടെ അമ്മ ഏതാണ്ട് പറഞ്ഞു ഇവിടെ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് അവിടെ അമ്മേനെ തല്ലുവോ ഇവള് തല്ലുവോ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിട്ടാണ്. പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയും ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? ജോലി എങ്ങ് തീർക്കാൻ? അയ്യോ, അതാ ഫ്രൈഡ് റൈസ്. എന്താ ഫ്രൈഡ് റൈസ്? ഇവിടെ കൊണ്ടുപോയി. വേറെ എന്ന് പറഞ്ഞാൽ ഇവക്ക് ഒത്തിരി പേര് ഇവള് ഇങ്ങനെ ഈ അമ്പലക്കാള് പോലെ നടക്കുമല്ലേ. അല്ല തമാശ. ഇവക്ക് ആകെ പാടെ ഇവക്ക് വേണ്ടതെന്ന് വെച്ചാല് ഒരു ചുരിദാറും ഒരു ചെരുപ്പും. ഇവക്ക് ആഹാരം ഒന്നും അങ്ങനെ വേണ്ട. ഗ്രേവിയും എണ്ണയും മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏത് ടൈപ്പ് ആണെങ്കിലും എനിക്ക് ഇതിനൊന്നും ഞാൻ എത്ര നേരം ഇത് കണ്ടോ. ആഹാരത്തോട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അത് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇവക്ക് ഈ മേക്കപ്പ് സാധനവും ഇതും മതി, വേറൊന്നും വേണ്ട. കഴിച്ചില്ലേലും വേണ്ടില്ല. ഇത് ആര് കൊടുത്താലും അവരോടെ പോകും.